ഹലോ, നമുക്കിന്ന് സോയാബീൻ ചങ്ക്സ് വെച്ചിട്ടൊരു തോരനായാലോ? അപ്പോൾ അതുപോലെ എണ്ണ ഒഴിക്കുക, കടുക് വറുക്കുക, ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അത് വഴണ്ടി വരുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ കുതിർന്ന സോയാബീൻ പിഴിഞ്ഞെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. വഴണ്ട സവാളയിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇടാം. എന്നിട്ട് നല്ലോണം വഴറ്റി അതിൻ്റെ മണം മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നേരം മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഇനി ആ വെള്ളമയം മുഴുവൻ വറ്റുന്നോളം വരെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമയം വറ്റി കഴിയുമ്പോൾ നല്ല അടിപൊളി സോയാബീൻ തോരൻ റെഡിയാണ്. ഇത് നമുക്ക് മോരുകറിയും സോയാബീൻ തോരനും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ.